നിങ്ങൾ എത്ര പേർ കത്തുകൾ എഴുതാറുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് കത്തുകൾ കിട്ടിയിട്ടുണ്ട്? ഹലോ, വെൽക്കം ടു ദ മലയാളി പോഡ്കാസ്റ്റ്, കണക്ടിങ് ദ ലൈഫ് ഓഫ് മലയാളീസ് അറൗണ്ട് ദ വേൾഡ്. ഞാൻ കൃഷാണ്. ഈ കാലഘട്ടത്തിൽ കത്തുകൾ വളരെ വിരളമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ഒരു കത്തയച്ചു. അത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു പുതിയ അനുഭവമാണ് ഉണ്ടായത്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് ലഭിക്കുന്ന ഒരു കത്ത് അത് തന്നെയാണ്. ഞാനതിന് ഒരു മറുപടി എഴുതി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ കത്തുകൾ അങ്ങനെ ആരും എഴുതാറൊന്നുമില്ല. പക്ഷേ നമുക്ക് മുന്നത്തെ തലമുറ കത്തുകളിലൂടെയാണ് അവരുടെ ആശയങ്ങൾ കൈമാറിയിരുന്നത്. ദൂരദേശങ്ങളിലുള്ളവരും അല്ലെങ്കിൽ വേറെ ടൗണിലോ ഒക്കെ ഉള്ളവരിലേക്കൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റുന്നൊരു സംവിധാനം തന്നെയാണ് കത്തുകൾ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. നമുക്കൊരു വീഡിയോ കോളോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജോ വാട്സപ്പ് ചാറ്റോ എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ലോകത്ത് എവിടെയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ കത്തുകളുടെ കാലഘട്ടം അല്ലെങ്കിൽ കത്തുകൾ എഴുതുമ്പോൾ അങ്ങനെയല്ല. നമ്മളൊരു പേപ്പറും പേനയൊക്കെ എടുത്ത് നമുക്ക് പറയേണ്ട ആശയം നമ്മൾ വളരെ ചെറിയ രീതിയിൽ എഴുതി അത് പോസ്റ്റ് ചെയ്ത് അവരിലെത്താൻ ഒരു നിശ്ചിത സമയം എടുക്കും. അതുതന്നെയാണ് അതിൻ്റെ ബ്യൂട്ടിയും. കാരണം നമുക്കിന്ന് പറയേണ്ട കാര്യം ആ മൊമെൻറ്റിൽ അവരിലേക്ക് എത്തിക്കാം. പക്ഷെ കത്തുകൾ അങ്ങനെയല്ല. അതിനൊരു സമയമുണ്ട് അതെത്താനും തിരിച്ചൊരു മറുപടി വരാനും. ആ ഒരു കാത്തിരിപ്പിൻ്റെയൊക്കെ ഒരു സന്തോഷവും അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. ഈ തലമുറയിൽ എത്ര പേര് കത്തുകൾ എഴുതുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു രസമുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ വീടുകളിൽ പത്രങ്ങൾ തന്നെ വിരളമാണ്. ഈ പത്രക്കാർക്ക് പത്രം വയ്ക്കാനായിട്ട് നമ്മുടെ ഗേറ്റിലൊരു ബോക്സ് വെക്കും. അതുപോലെ ലെറ്റർ ബോക്സുകളുണ്ടായിരുന്നു. സ്ഥിരം വീടുകളിൽ ലെറ്റർ വരുന്നവർ അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ്. ഇന്നത് എവിടെയും അങ്ങനെ കാണാറില്ല. അതുപോലെ എല്ലാ ടൗണുകളിലും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ ജംഗ്ഷനിലൊക്കെ നമുക്ക് ലെറ്റർ ബോക്സുകൾ കാണാൻ പറ്റും. നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പോയി ലെറ്റർ പോസ്റ്റ് ചെയ്യണമെന്നില്ല. അത്തരം ബോക്സുകളിൽ നമുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി, നമ്മുടെ ലെറ്റർ ഇട്ടാൽ മതി. പോസ്റ്റ്മാൻ വന്നിട്ട് അത് കളക്ട് ചെയ്തിട്ട് അതവർ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചോളും. ഇന്ന് നമ്മുടെ പോസ്റ്റൽ ശൃംഖല കൂടുതലും കത്തുകൾക്ക് മാത്രം ആശ്രയിച്ചുകൊണ്ടല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓൺലൈൻ സെല്ലിങ്ങിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓൺലൈൻ പ്രൊഡക്റ്റുകളാണ് കൂടുതലും പോസ്റ്റ് വഴി കൂടുതലും ഡെലിവർ ആകുന്നത്. ഇൻ്റർനെറ്റിൻ്റെയും ടെലിഫോണിൻ്റെ വരവോടു കൂടിയൊക്കെ തന്നെയാണ് ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ലെറ്റർ ശൃംഖല, ലെറ്റർ സംവിധാനമൊക്കെ ആളുകൾ പയ്യെ മറന്നു തുടങ്ങിയത്. മുത്താരംകുന്ന് പിയോ എന്നൊരു സിനിമ തന്നെയുണ്ട്. അതിൽ ഒരു പോസ്റ്റ്മാനും ഒരു പോസ്റ്റ് ഓഫീസൊക്കെ ബന്ധപ്പെട്ട കഥയാണ് ആ സിനിമയിൽ പറയുന്നത്. ഈ ഇടയ്ക്കൊരു സിനിമയിൽ അതിന് റെഫറൻസൊക്കെ ഉണ്ടായിരുന്നു. 80കളിലും 90കളിലും അല്ലെങ്കിൽ 2000-ൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ലെറ്റേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എൻ്റെ ചെറുതിലേക്ക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വീട്ടിലേക്ക് വരുന്ന അച്ഛൻ്റെ കത്തുകൾ തിരിച്ച് ഞങ്ങൾ അച്ഛനെഴുതുന്ന കത്തുകൾ അത് കൂടുതലും അമ്മയാണ് എഴുതിയിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഒരു കത്ത് എഴുതിയിട്ടില്ല. 90കളിൽ ജനിച്ച് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു കത്ത് ഈ ഇടയ്ക്ക് എൻ്റെ സുഹൃത്ത് അയച്ചൊരു കത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു 10, 15 അല്ലെങ്കിൽ 20 വയസ്സുള്ള കുട്ടികളിൽ എത്ര പേര് കത്തുകൾ എഴുതുന്നുണ്ട് അല്ലെങ്കിൽ കത്തുകൾ കണ്ടിട്ടുണ്ടെന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ കത്തുകൾ നല്ലൊരു വെറൈറ്റി ഫീൽ തന്നെയാണ്. നമുക്കത് നമ്മൾക്ക് എന്താണ് പറയാനുള്ള ആശയം നമുക്ക് കൃത്യമായിട്ട് എഴുതിയ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ മറുപടി കിട്ടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. പണ്ട് ഇല്ലൻറ്റിലൊക്കെ നമ്മൾ കത്തെഴുതുമ്പോൾ ഒരു പുറം മാത്രമേ എഴുതാനുള്ളൂ. അപ്പോൾ നമുക്ക് പറയേണ്ട കാര്യം ആ ഒരു പെർട്ടിക്കുലർ വേർഡിങ്സിൽ നമ്മൾ എഴുതി അറിയിക്കേണ്ടതുണ്ട്. എസ് ഒന്നും എഴുതാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ വിദേശത്തേക്കൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയ്റ്റിനനുസരിച്ചാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി 4-5 പേപ്പറിലൊക്കെ ഒതുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിൽ തന്നെ നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു കത്തെഴുതുമ്പോൾ ഒരു പോർഷൻ അച്ഛൻ എഴുതുന്നു, ഒരു പോർഷൻ അമ്മ എഴുതുന്നു, ഒരു പോർഷൻ ഭാര്യയ്ക്ക്, ഒരു പോർഷൻ മക്കൾക്ക്, അങ്ങനെയൊക്കെയാണ് കത്തുകൾ എഴുതിയിരുന്നത്. ഇന്ന് നമുക്ക് വീഡിയോ കോളാണ്, നമുക്ക് പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ പറയാം. അപ്പോൾ അതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഇല്ല, ഇൻസ്റ്റൻ്റ് ആണ് എല്ലാം അല്ലേ.
പക്ഷേ കത്തുകൾ സംബന്ധിച്ച് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമ്മൾ അയച്ച കത്ത് അവിടെ എത്താനൊരു സമയമുണ്ട്. അതവർ വായിച്ച് അവർ തിരിച്ചെഴുതി അത് നമുക്ക് എത്താനുള്ള ടൈമുണ്ട്. ഞാൻ ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ വേറെ നാട്ടിലും അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇടയ്ക്കൊരു കത്തെഴുതുക. അത് കിട്ടുന്ന അവർക്കും ഒരു പുതുമയായിരിക്കുള്ളൂ. കാരണം എന്നെപ്പോലെ തന്നെ ആയിരിക്കുള്ളൂ. എനിക്ക് ജീവിതത്തിൽ ആദ്യം ഒരു കത്ത് കിട്ടിയപ്പോൾ ഉണ്ടായ ഫീൽ അവർക്കും കിട്ടും. നിങ്ങൾ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് നിങ്ങളൊരു കത്തെഴുതുക. എന്നിട്ട് അതിന് മറുപടിക്കായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കണം. താങ്ക് യു.